Hi friends, welcome back to my channel, your online teacher. അപ്പോൾ നമ്മൾ 5th ചാപ്റ്ററിലേക്ക് കടന്നിരിക്കുകയാണ്. മാർക്കറ്റ് ഇക്വിലിബ്രിയം. ഇമ്പോർട്ടൻറ്റ് തിയറീസ് ആണ് നോക്കുന്നത്. ഗ്രാഫ്സ് ആൻഡ് പ്രോബ്ലംസ് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, അത് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. പിന്നെ +2 എക്കണോമിക്സിൻ്റെ മെഗാ റിവിഷൻ വീഡിയോ, മെഗാ പ്രഡിക്ഷൻ വീഡിയോ ഉണ്ടാകും. അതിൽ ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ഒരു ഫൈനൽ ഓവറോൾ റിവിഷൻ പെട്ടെന്നൊന്ന് കിട്ടണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. A+കാർ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കുള്ള വീഡിയോ സെപ്പറേറ്റ് വരുന്നുണ്ട്. സോ അതൊന്ന് വെയിറ്റ് ചെയ്യുക. സോ നമുക്കിവിടെ പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്ത് പോകാം. മാർക്കറ്റ് ഇക്വിലിബ്രിയം ആകുന്നത് എപ്പോഴാണ്? ഡിമാൻഡും സപ്ലൈയും കൂടി ഈക്വൽ ആകുമ്പോഴാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു പ്രോബ്ലം പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇക്വിലിബ്രിയം പ്രൈസും ക്വാണ്ടിറ്റിയും കാണാൻ സെപ്പറേറ്റ് വീഡിയോ വരും. ദെൻ പിന്നെ എക്സസ് ഡിമാൻഡ് ആൻഡ് എക്സസ് സപ്ലൈയുടെ ഒരു ഗ്രാഫ് വരയ്ക്കാനും ഉണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ട് കാര്യം പഠിക്കാനുള്ളൂ. എന്താണ് പ്രൈസ് സീലിംഗ്, എന്താണ് പ്രൈസ് ഫ്ലോർ. പ്രൈസ് സീലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് തീരുമാനിക്കുന്ന വില ഒരു പരിധിയിൽ കൂടുതൽ കൂടുമ്പോൾ സാധാരണക്കാരന് താങ്ങാൻ പറ്റാതെ വരും. അങ്ങനെ താങ്ങാൻ പറ്റാതെ വരുമ്പോൾ സാധാരണക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് സാധനത്തിൻ്റെ വില കുറഞ്ഞൊരു വില നിശ്ചയിക്കും. അതാണ് പ്രൈസ് സീലിംഗ് ഗ്രാഫ് പഠിക്കണം. ദെൻ ഫ്ലോർ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്, ഉൽപ്പാദകരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. അവർ ഉൽപ്പാദിപ്പിച്ച പ്രോഡക്ട്സിന് ഒരു മിനിമം പ്രൈസ് കിട്ടാതെ വരുമ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യും? മാർക്കറ്റ് തീരുമാനിച്ചതിനേക്കാളും ഉയർന്ന വില നിശ്ചയിക്കും. അതിനെയാണ് പ്രൈസ് ഫ്ലോർ അഥവാ ഫ്ലോർ പ്രൈസ് എന്ന് പറയുന്നത്. ഈ രണ്ടെണ്ണമാണ് മെയിനായിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻ. സോ ഇനി നമുക്ക് ബാക്കി മാക്രോ എക്കണോമിക്സ് ഉണ്ട്, ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ്, ഗ്രാഫ്സ് ഒക്കെ ഉണ്ട്, അതെല്ലാം പുറകെ വരുന്നുണ്ട്. ഒന്നുപോലെ മിസ്സാകാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ വേണമെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യാം. താങ്ക്